അപ്പോൾ നമ്മൾ STM F1-ൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് 103 എന്ന് പറഞ്ഞ ഒരു IC ആണ് ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചേക്കുന്നത്. എല്ലാ ഇതിലും അങ്ങനെ കാണിക്കുന്നത്. ഈ 103-ക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഇതിന് ഇൻറ്റേർണൽ ക്രിസ്റ്റലുണ്ട്, അത് 8 MHz ആണുള്ളത്. നമുക്ക് എക്സ്റ്റേണൽ നമുക്ക് 8 MHz കണക്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് മെയിൻ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ക്രിസ്റ്റൽ കുറച്ച് ശുഷ്കമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ 8 MHz ആണെങ്കിൽ പോലും 8 MHz കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് STM തന്നെ അതിന് ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമുക്ക് ഇൻറ്റേർണൽ ഓസിലേറ്റർ സെലക്ട് ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 MHz ആണ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നതെങ്കിലും നമുക്ക് കിട്ടുന്നത് 4 MHz ആയിരിക്കും. അതുകൊണ്ട് 4 MHz നമുക്ക് ഈ IC-ക്കകത്ത് PLL × 16 വരെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ × 16 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും 64 നമുക്ക് കിട്ടുള്ളൂ. കാരണം വെച്ചാൽ 4 MHz-നെയാണ് അത് × 16 ആക്കുന്നത്. പക്ഷേ നമ്മൾ എക്സ്റ്റേണൽ ക്രിസ്റ്റൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8 MHz-നെ 9 ടൈംസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിലും നമുക്ക് 16 ടൈംസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. 240 MHz കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ എന്നാൽ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ STM അത് അവർ എന്താ പറയുക, അവരുടെ ടെസ്റ്റിനകത്ത് അത് പാസ്സായിട്ടില്ല. അതായത് 9 വരെയാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ക്ലോക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ IC ക്രാഷ് ആവാനുള്ള, നമ്മുടെ പ്രോഗ്രാം ക്രാഷ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അവരൊരു ലിമിറ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം ഇൻറ്റേർണൽ ക്രിസ്റ്റലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 64 MHz വരെയും എക്സ്റ്റേണൽ ആണെങ്കിൽ 72 MHz വരെയും കൊണ്ടുപോകാനാണ് STM പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും കോൺഫിഗർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു ടിപ്പായിട്ട് എടുക്കുക.